പൂക്കോട് സർവകലാശാലയിൽ ക്രൂര റാഗിങ്ങിനിരയായി സിദ്ധാർത്ഥൻ മരിച്ചിട്ട് 1 വർഷമായിട്ടും നീതി ലഭിച്ചിട്ടില്ലെന്ന കുടുംബം റിപ്പോർട്ടറിനോട്. സമീപകാലത്ത് കേരളത്തെ ഞെട്ടിച്ച റാഗിംഗ് കൊലപാതകത്തിൽ നീതി അകലെയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഹോസ്റ്റലിൽ ആൾക്കൂട്ട വിചാരണ നടത്തിയും അങ്ങേയറ്റം അപമാനിച്ചുമാണ് സീനിയേഴ്സും സഹപാഠികളും ചേർന്ന് സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഫെബ്രുവരി 18 പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ 2ാം വർഷ BVSC വിദ്യാർത്ഥി ജയ സിദ്ധാർത്ഥൻ ക്രൂരമായി റാഗിങ്ങിനിരയായി മരിക്കുന്നത്. 2 ദിവസം മുന്നേ വീട്ടിലേക്കുള്ള യാത്രയിലാണെന്ന് അമ്മ ഷീബയെ വിളിച്ചു പറഞ്ഞതാണ് സിദ്ധാർത്ഥൻ. എന്നാൽ കോളേജിൽ അത്യാവശ്യ കാര്യമുണ്ടെന്ന് കാട്ടി യാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് മരണത്തിലേക്ക് നടന്നകന്നു. ഫെബ്രുവരി 14 ക്യാമ്പസിൽ സംഘടിപ്പിച്ച വാലന്റൈൻസ് ഡേ പരിപാടിക്കിടെ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തിന്റെ പേരിലാണത്രേ സിദ്ധാർത്ഥനെ സഹപാഠികൾ തന്നെ ക്യാമ്പസിലേക്ക് തിരിച്ചു വിളിച്ചത്. തുടർന്ന് നടത്തിയത് സമാനതകളില്ലാത്ത ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും. ഒടുവിൽ സിദ്ധാർത്ഥൻ മരണത്തിലേക്ക്. മകൻ മരിച്ച 1 വർഷമായിട്ടും നീതി ലഭിച്ചിട്ടില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു. കൊലക്കുറ്റത്തിന് കൊടുക്കേണ്ട ശിക്ഷ പ്രതികൾക്ക് ലഭിച്ചാൽ മാത്രമേ നീതി കിട്ടൂവെന്നും നിയമപോരാട്ടം തുടരുമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോടതിയിൽ നിന്ന് നമുക്കൊരു മാതൃകാപരമായിട്ടുള്ള വിധി, കൊലയാളികൾക്ക് കൊടുക്കേണ്ട, കൊലക്കുറ്റത്തിന് കൊടുക്കേണ്ട ഒരു വിധി വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും അത് എനിക്ക് നീതി കിട്ടിയിട്ടുണ്ട്. അതല്ല മറിച്ചാണെങ്കിൽ വീണ്ടും ഞാൻ നീതിക്ക് വേണ്ടി പോരാടും. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.